Hello everyone, welcome back to Aptix Academy. So in this video we are going to discuss the unit 5 of language across curriculum, that is language related issues. And നമ്മൾ കൂടുതലും യൂണിറ്റ്സുകളും ഡീപ്പായിട്ട് തന്നെയാണ് പോകാറ്. ഇതിലും നമ്മൾ മാക്സിമം ഡീപ്പായിട്ട് പോകാൻ ശ്രമിക്കാം. ഇൻ കേസ് ചില ടോപ്പിക്കുകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും ബിക്കോസ് ഇറ്റ് വിൽ ബി വെരി ഈസി ടോപ്പിക് ഫോർ യു. ഇതാണ് അതിൽ വരുന്ന കോണ്ടൻറ്റുകൾ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റത്തെ ടോപ്പിക്ക് നോക്കാം. ബൈലിംഗ്വലിസം. എന്താണ് ബൈലിംഗ്വലിസം? നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു ഭാഷ രണ്ടിലധികം ഭാഷ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സംസാരിക്കാനും പറ്റുമെങ്കിൽ ഇതിനെയാണ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇൻഡിവിജ്വലും സോഷ്യലും ഉണ്ട്. ഇൻഡിവിജ്വൽ ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റെഫർ ടു എ സിംഗിൾ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു എൻറ്റയർ സൊസൈറ്റിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ വി കൻ കോൾ ഇറ്റ് ആസ് സോഷ്യൽ ബൈലിംഗ്വലിസം. ബൈലിംഗ്വലിസം എന്ന ടേമിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസിയിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പം എനിക്ക് 3 ലാംഗ്വേജസ് അറിയാമെങ്കിൽ, ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, 3 ലാംഗ്വേജസ് അറിയാം. എൻ്റെ ഭാഷേനെ കഴിഞ്ഞിട്ടുള്ള മറ്റ് 2 ഭാഷകൾ എനിക്ക് ഒന്ന് 75%, ഒന്ന് 50% ആണെങ്കിലും എനിക്കറിയാം. പക്ഷെ അതിലുള്ള പ്രൊഫിഷ്യൻസിയിലുള്ളൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി ലാംഗ്വേജ് ലേണിംഗ് കാറ്റഗറിയിൽ എന്താണ് പറയുന്നത്? ഫസ്റ്റത്തെ പോയിന്റ് നമ്മൾ നോക്കാം. സൈമൾട്ടേനിയസ് അക്വിസിഷൻ ഒക്കേഴ്സ് വെൻ. എപ്പോഴാണ് ഇങ്ങനെ നടക്കുന്നത്? ഒരേ സമയത്ത് ഇത് നടക്കുന്നതിന് എന്താ നമ്മൾ പറയുന്നതെന്നാണ് കേട്ടോ നോക്കുന്നത്. ഒരു കുട്ടി ഒരുപാട് ലാംഗ്വേജസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് പഠിക്കാൻ പറ്റുന്നുണ്ട് ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ബൈലിംഗ്വൽ അല്ലെങ്കിൽ അമാൽഗമേറ്റഡ് എന്ന് പറയാം. ഒരു മിക്സ്ചറാണ്. അമാൽഗം എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചറാണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് കോമ്പൗണ്ട് ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട് ഒരു കുട്ടിക്ക് അറ്റ് എ ടൈമിൽ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള രീതിയിൽ 2 ലാംഗ്വേജസോ അല്ലെങ്കിൽ അതിന് കൂടുതലോ ലാംഗ്വേജസ് പഠിക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ. ഇതേപോലെ തന്നെ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫേസസിൽ കുട്ടിക്ക് ലാംഗ്വേജസ് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർഡിനേറ്റ് ബൈലിംഗ്വലിസം അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ബൈലിംഗ്വലിസം. ഇവിടെ എന്താണ്? ഓരോ ഫേസസ് ഓഫ് ലൈഫിൽ ഓരോ സ്റ്റേജിലാണ് കുട്ടി ഓരോ ലാംഗ്വേജ് പഠിച്ചു വരുന്നത്. ഇപ്പം ആദ്യം മാതൃഭാഷ മാത്രമായിരിക്കും, പിന്നെ സ്കൂളിലേക്ക് എൻറോൾ ചെയ്യുന്ന സമയത്ത് പതിയെ ഇംഗ്ലീഷ് പഠിക്കും. അതിനുശേഷം അടുത്തൊരു ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി ഒരു 5ലോ 6ലോ ഒക്കെ എത്തുമ്പോഴായിരിക്കും പിന്നീട് പഠിക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജിൽ പഠിക്കുന്നതിനെയാണ് കോർഡിനേറ്റഡ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. ഇതിൽ സബോർഡിനേറ്റ് ബൈലിംഗ്വലിസം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലാംഗ്വേജിനെക്കാട്ടിലും മറ്റൊരു ലാംഗ്വേജ് കുറച്ചും കൂടെ ഡൊമിനേറ്റ് ചെയ്ത് നിർത്തുക. അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു നമ്മുടെ മാതൃഭാഷ പറയുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഭാഷയായിരിക്കും ഒന്നും കൂടെ ഒരു ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നാൽ സ്കൂളിലും കാര്യങ്ങളും പോയി കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളം ഭാഷയായിരിക്കും. അപ്പോൾ ഈക്വലി 2 ഭാഷയും ഒരുപോലെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ കോർഡിനേറ്റഡ് ബൈലിംഗ്വലിസവും ദ 2 ലാംഗ്വേജസ് ആർ ഈക്വലി യൂസ്ഡ് ആൻഡ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നതിനേക്കാട്ടിലും കുറച്ചൊന്ന് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റാണ് നാച്ചുറൽ അക്വിസിഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോമൽ ഇൻസ്ട്രക്ഷനും ഇല്ലാതെ നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതിനെയാണ് നാച്ചുറൽ അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മറ്റതിനൊക്കെ നമ്മൾ ഓരോ ഫേസസ് ഓഫ് ലൈഫിൽ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി ഒക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു ഫോമൽ ഇൻസ്ട്രക്ഷനും ഇല്ലാതെ ഒരു ഭാഷ പഠിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇനി ഗൈഡഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം. എന്താണ്? നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് പഠിക്കാറില്ലേ? അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പഠിക്കുന്ന ഒരു ഭാഷയ്ക്കാണ് നമ്മൾ ഗൈഡഡ് അക്വിസിഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ച് തരുന്നതിനെയാണ് നമ്മൾ ഗൈഡഡ് അക്വിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സിമെട്രിക് അക്വിസിഷൻ മീൻസ് ദാറ്റ് സെവറൽ ലാംഗ്വേജസ് ആർ ഈക്വലി മാസ്റ്റേർഡ് വിത്ത് സിമിലർ പ്രൊഫിഷ്യൻസി. ഒരേ പ്രൊഫിഷ്യൻസിയിൽ ഒരുപാട് ഭാഷകൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ സിമെട്രിക് അക്വിസിഷൻ. സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഭാഗവും ഈക്വൽ ആയിട്ട്. ഇപ്പോൾ നമ്മൾ നടുവേ കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പുറവും ഇപ്പുറവും സെയിം ആയിട്ട് 3 പീസ് ആക്കുകയാണെങ്കിൽ ആ 3 പീസും ഈക്വൽ ആയിട്ട് ഇതേ രീതിയിൽ വരുന്നതിനെയാണ് സിമെട്രിക് അക്വിസിഷൻ എന്ന് പറയാം. നമ്മൾ പഠിച്ച ഏതൊക്കെ ഭാഷയുണ്ടോ
അത്രയും ഭാഷയിൽ നമ്മൾ മാസ്റ്റർ ചെയ്യുന്നത്, മാസ്റ്റേർഡ് ദ പ്രൊഫിഷ്യൻസി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ അസിമെട്രിക് അക്വിസിഷൻ മീൻസ് ദാറ്റ് വൺ ലാംഗ്വേജ് ഡോമിനേറ്റ്സ് ദി അതർ. നമ്മൾ നേരത്തെ സബോർഡിനേറ്റ് ബൈലിംഗ്വലിസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ അതാണ് അസിമെട്രിക് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജ് മറ്റു ലാംഗ്വേജിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഫസ്റ്റോ സെക്കൻഡ് ലാംഗ്വേജ് ഇവിടെ ഒന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, നമ്മുടെ മദർ ടങ്, അതിനാണ് L1 എന്ന് പറയുന്നത്, അതായത് ലാംഗ്വേജ് 1. ഇതാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്ന ആദ്യത്തെ ഭാഷ. നമ്മളെല്ലാവരും ഫസ്റ്റ് പഠിക്കുന്ന ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. അതിനെയാണ് L1 എന്ന് നമ്മൾ പറയുന്നത്. ഈ ലാംഗ്വേജ് ആണ് കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ അവരൊരു ഭാഷയും പഠിച്ചെടുക്കാത്ത സമയത്ത് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്ന ഒരു വർഷം എന്ന് പറയുന്നത് 0 to 3 years വരെയാണ് ഈ കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഭാഷയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഒരു കുട്ടി രണ്ടാമതൊരു ഭാഷ പഠിച്ചെടുക്കുകയാണ്, ഒരു 12 വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ഒരു സെക്കൻഡ് ഭാഷ പഠിച്ചെടുക്കുന്നത്. ഇതൊരു അപ്രോക്സിമേറ്റ് ഏജ് ആണ് കേട്ടോ, കറക്റ്റ് 12ാമത്തെ വയസ്സിൽ പോയി രണ്ടാമത്തെ ഭാഷ പഠിക്കുമെന്നല്ല. അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ ഭാഷ പഠിക്കുന്നതിനെയാണ് L2 എന്ന് പറയുന്നത്, ലാംഗ്വേജ് 2. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, അക്വിസിഷൻ ഓഫ് എ ഫസ്റ്റ് ലാംഗ്വേജ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ബൈലിംഗ്വൽ ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ ദർ ആർ ഡിഫറെൻറ്റ് കോൺസ്റ്റലേഷൻ എന്നാണ് പറയുന്നത്. ഈ ബൈലിംഗ്വലിൻ്റെ കേസിൽ ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷനിലേക്ക് വരുന്ന സമയത്ത് അതിന് ഡിഫറെൻറ്റ് കോൺസ്റ്റലേഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 3ഓളം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള L1 ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള L2. ഇത് കിൻഡർ ഗാർട്ടനോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിൽ നിന്നോ ആയിരിക്കും കിട്ടുന്നത്. രണ്ടാമത്തേതിൽ പറയുന്നത് ഒരു മിക്സഡ് ലാംഗ്വേജ് ഫാമിലീസിൻ്റെ ഒരു കേസാണ് പറയുന്നത്. ഈ മിക്സഡ് ലാംഗ്വേജ് ഫാമിലിയിൽ ഫാദർ സംസാരിക്കുന്നത് മാതൃഭാഷയാവും, മദർ സംസാരിക്കുന്നത് ഒരു L2 ഭാഷയായിരിക്കും, ആൻഡ് ബാക്കിയുള്ള അതിലുള്ള ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സ് സംസാരിക്കുന്നത് ഈതർ L1 അല്ലെങ്കിൽ L2 ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തേതാണെന്നുണ്ടെങ്കിൽ മിക്സഡ് ലാംഗ്വേജ് ഫാമിലീസ് ബിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ സംസാരിക്കുന്നത് L1 ആയിരിക്കും, മദർ സംസാരിക്കുന്നത് L2 ആയിരിക്കും. അവർ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു L3 എൻവയോൺമെൻറ്റ്, അതായത് ഈ L1ഉം L2ഉം സംസാരിക്കാത്ത മറ്റൊരു ഭാഷ സംസാരിക്കുന്ന എൻവയോൺമെൻറ്റിലായിരിക്കും അവർ നിൽക്കുന്നത്. ഇതാണ് അക്വിസിഷൻ ഓഫ് എ ഫസ്റ്റ് ലാംഗ്വേജിൽ നമുക്ക് പറയാനുള്ള ഡിഫറെൻറ്റ് കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തേൽ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേൽ മിക്സഡ് ലാംഗ്വേജ് ഫാമിലീസിൻ്റെ ഒരു കേസാണ് പറയുന്നത്, ഫാദർ L1 മദർ L2, റെസ്റ്റ് ഓഫ് ദി ഫാമിലി ഈതർ L1 ഓർ L2. മിക്സഡ് ലാംഗ്വേജ് ഫാമിലീസ് ബിയിലേക്ക് വരുന്ന സമയത്ത് ഫാദർ L1 മദർ L2, അവർ നിൽക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജ് എൻവയോൺമെൻറ്റ്, അതായത് ലാംഗ്വേജ് 3 ആയിരിക്കും. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ആക്സസ് ടു എ ലാർജർ വേൾഡ്, ബെറ്റർ എബിലിറ്റി ടു ഫോക്കസ്, intellectual gymnastic, better at multitasking. Being bilingual makes it easier to learn another language. Bilinguals have a better understanding of what it means to be a language learner, more job opportunities, travel, etc. അപ്പോൾ നമുക്കറിയാം, ഒരു ബൈലിംഗ്വൽ 2 ഭാഷ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് കയ്യിൽ നിന്നിടാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളൂ. മൾട്ടിലിംഗ്വലിസം എന്താണ്? The problem of multilingualism has existed in various countries, particularly because of the presence of different ethnic groups both from within the country and those who have migrated from other countries. മൾട്ടിലിംഗ്വലിസം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരുപാട് കൺട്രീസ് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഒരുപാട് എത്നിക് ഗ്രൂപ്പ്സുകാർ വന്ന് മൈഗ്രേറ്റ് ചെയ്തൊക്കെ വന്ന് അവിടെ സെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സും ഭാഷയും ഒക്കെ അവിടെ ഉണ്ടാവും. ദിസ് പ്രോബ്ലം ഹാസ് ബീൻ അഡ്രസ്ഡ് ഇൻ വേരിയസ് കൺട്രീസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഇൻ സം പ്ലേസസ് ദർ ഹാസ് ബീൻ എ പാർഷ്യൽ സൊല്യൂഷൻ, while in others it has proved to be a formidable one. അതായത് ചില രാജ്യങ്ങളിലൊക്കെ ചില കൺട്രീസിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസിനൊക്കെ അവരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പാർഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക, while in others it has proved to be a formidable. എന്നാൽ ചില സ്ഥലത്ത് തീരെ സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലും ഉണ്ടാകും. Multilingualism is a complex, vibrant and ever intriguing phenomenon. മൾട്ടിലിംഗ്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലക്സും വൈബ്രൻറ്റും ആണെന്നാണ് പറയുന്നത്. It refers to the act of using multiple languages or promoting the use of the same by an individual or a community. നമ്മൾ ബൈലിംഗ്വലിസത്തിൽ പറഞ്ഞത് 2 അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലോ 2 3 ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. L1 L2 മാക്സിമം L3യിലേക്ക് കിടക്കുമ്പോഴത്തേനും മൾട്ടിലിംഗ്വലിസത്തിലേക്ക് എത്തി കേട്ടോ നമ്മൾ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ സിമ്പിൾ ടേംസ് എ മൾട്ടിലിംഗ്വൽ പേഴ്സൺ ഈസ് സംവൺ ഹു നോസ് മെനി ലാംഗ്വേജസ്. ഒരുപാട് ലാംഗ്വേജ് അറിയുന്ന ആളുകളെയാണ് നമ്മൾ മൾട്ടിലിംഗ്വൽ പേഴ്സൺ എന്ന് പറയുന്നത്. സിമിലർലി എ ബൈലിംഗ്വൽ പേഴ്സൺ ഈസ് സംവൺ ഹു ഈസ് അക്വൈൻറ്റഡ് വിത്ത് 2 ലാംഗ്വേജസ്
ബൈലിംഗ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ലാംഗ്വേജസ് അറിയുന്നവർ. മൾട്ടി ലിംഗ്വലിസം ഹാസ് എ ഡൈനാമിക് നേച്ചർ ആൻഡ് ബൈലിംഗ്വലിസം ഇസ് എ സബ്സെറ്റ് ഓഫ് മൾട്ടി ലിംഗ്വലിസം. ഈ മൾട്ടി ലിംഗ്വലിസത്തിൻ്റെ ഒരു സബ്സെറ്റ്, ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സബോർഡിനേറ്റ് വേർഷൻ ആണെന്ന് പറയില്ലേ, അതാണ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. മൾട്ടി ലിംഗ്വലിസത്തിൻ്റെ മീനിങ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഒന്നും കൂടെ പറയുന്നേ ഉള്ളൂ. ഇത് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡ്സ് ആയിട്ടുള്ള മൾട്ടിയിൽ നിന്നും ലിംഗ്വയിൽ നിന്നുമാണ്. മൾട്ടി മീൻസ് മെനി, ലിംഗ്വ മീൻസ് ലാംഗ്വേജ്. അപ്പോൾ മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുമ്പോൾ മെനി ലാംഗ്വേജസ് എന്നുള്ളതാണ് അർത്ഥം. Thus, multilingualism is referred to the ability of speaker to express himself or herself in several languages with equal and native-like proficiency. മാത്രമല്ല, ഇത്രയും ഭാഷ അറിഞ്ഞാലും അതൊക്കെ സാധാരണ നമുക്ക് അറിയുന്നത് പോലെ അറിഞ്ചും പുറിഞ്ചുമല്ല, നന്നായിട്ട് നല്ല പ്രൊഫിഷ്യൻസിയോട് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആളുകളെയാണ് മൾട്ടി ലിംഗ്വൽ പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതിന് ഡെഫിനിഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഗൈൻ സിമ്പിൾ സാധനമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ 2-3 പേര് എന്താണ് അതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ലാംഗ്വേജസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രിട്ടൻ, കാനഡ, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ചൈന, ഇന്ത്യ, ഇതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ്സ് കാണുന്നതുകൊണ്ട് തന്നെ മൾട്ടി ലിംഗ്വൽ പേഴ്സൺസിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ടൈപ്സ് ഓഫ് മൾട്ടി ലിംഗ്വലിസം ആണ് പറയുന്നത്. There are 2 types of multilingualism. ഒന്നാമത്തേത് അഡിറ്റീവ് ആണ്, രണ്ടാമത്തേത് സബ്സ്റ്റാൻറ്റീവ് ആണ്. എന്താണ് അഡിറ്റീവ് എന്ന് പറയുന്നത്? അഡിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് ഫസ്റ്റ് ലാംഗ്വേജിന് പ്രത്യേകം ഇൻ്റർഫിയർ ഒന്നും വരാത്ത ടൈപ്പ് ഓഫ് സാധനത്തിനെയാണ് നമ്മൾ അഡിറ്റീവ് എന്ന് പറയാം. എന്നാൽ സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയുമ്പോൾ ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജ് ഡസ് ഇൻ്റർഫിയർ വിത്ത് ലേണിംഗ് ദ ഫസ്റ്റ് ലാംഗ്വേജ്. നമ്മൾ ഒന്നാമത്തെ ഭാഷ നമ്മൾ പഠിച്ചിട്ടുള്ള മാതൃഭാഷയുടെ ആ ഒരു എഫക്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിലേക്ക് കൊടുക്കുന്നതിനെയാണ് സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയാം. അഡിറ്റീവും സബ്സ്റ്റാൻറ്റീവും സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നാൽ സബ്സ്റ്റാൻറ്റീവിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ആയിട്ടുള്ളൊരു ഇൻ്റർഫിയർ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റാൻറ്റീവ് എന്നാണ് പറയുന്നത്. ഇനി മൾട്ടി ലിംഗ്വലിസം അക്വയർ ചെയ്യുന്നതിൻ്റെ വെയ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 കാറ്റഗറീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തതിൽ ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജ് ആഫ്റ്റർ ഓൾറെഡി നോയിങ് വൺ. ഒന്നാമത് പഠിച്ചതിന് ശേഷം രണ്ടാമതൊരു ലാംഗ്വേജ് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത്. സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അറ്റ് എ ടൈമിൽ ലേണിംഗ് 2 ലാംഗ്വേജസ് ഫസ്റ്റ് ലാംഗ്വേജ്. എക്സാമ്പിൾ ഇൻഫാൻസ് എക്സ്പോസ് ടു 2 ലാംഗ്വേജസ് ഫ്രം ബർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബൈലിംഗ്വലിസത്തിൽ മദർ L2 ഫാദർ L1 ഒക്കെ സംസാരിക്കുന്ന ഫാമിലി. അതുപോലെ സൈമൾട്ടേനിയസ്ലി ഒരേ ടൈമിൽ പഠിക്കുന്ന ആളുകളും ഉണ്ടാകാം. ഇനി റിസപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് എ സെക്കൻഡ് ലാംഗ്വേജ് ബട്ട് നോട്ട് സ്പീക്കിംഗ് ഇറ്റ് ഓർ നോട്ട് ബീങ് ഏബിൾ ടു സ്പീക്ക് ഇറ്റ്. എക്സാമ്പിൾ ലിസ്ണിംഗ് ടു ഇംഗ്ലീഷ് അറ്റ് വർക്ക് ബട്ട് ഗോയിങ് ബാക്ക് ടു ദ ഹോം ലാംഗ്വേജ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ റിസപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാനുള്ള എബിലിറ്റിയോ മനസ്സിലാകുന്നോ ഒക്കെയുണ്ട്, പക്ഷേ അത് അധികം അങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്യാറോ അങ്ങനെയൊന്നും ഇല്ല. കാരണം എന്താ, സ്കൂളിൽ പോയി ഇംഗ്ലീഷ് പഠിച്ച് വന്ന് വീട്ടിൽ നമ്മൾ മലയാളം അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷ സംസാരിക്കുന്ന സമയത്ത് ആ ഒന്നാമത്തേതിൻ്റെ ഫ്ലോ അങ്ങോട്ട് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിച്ച ഭാഷയുടെ ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ഇനി മൾട്ടി ലിംഗ്വലിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. എ ചൈൽഡ് ഹൂ ഈസ് ബൈലിംഗ്വൽ ഹാസ് എ നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ്. ബൈലിംഗ്വൽ അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ ആയിരിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലേണിംഗ് പ്രോസസ്സിനെ ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊഗ്നിറ്റീവ് കപ്പാസിറ്റീൻ്റെ ആ ഒരു ലാഗിങ്ങിൻ്റെ ചാൻസസ് കുറയ്ക്കുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ വയസ്സാകും തോറും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവ് കുറയും. അപ്പോൾ ലാംഗ്വേജസ് കൂടുതലായിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരാളുടെ കൊഗ്നിറ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളാണ് അതുകൊണ്ട് കിട്ടുന്നത്. ഇനി മൾട്ടി ലിംഗ്വൽ ആകുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് കുട്ടികൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു കുട്ടിക്ക് ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത് അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു വീക്കായിട്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും കുട്ടിക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫൗണ്ടേഷൻ അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഏർലി ഏജിൽ തന്നെ കുട്ടികൾക്ക് ഒരുപാട് രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവർക്ക് സ്പീക്കിങ്ങിലോ റൈറ്റിങ്ങിലോ ഒക്കെ തെറ്റുകൂടാതെ സംസാരിക്കാനോ എഴുതാനോ ഒന്നും പറ്റാതെ വരും.
അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭാഷകൾ മിക്സപ്പായിട്ട് വരും. ഇപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് മിക്സപ്പായിട്ട് ചില ലാംഗ്വേജിൽ ചില വേർഡ്സ് കിട്ടൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഇംഗ്ലീഷിനെ പോലെയുള്ള ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഭാഷേനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയും ചെയ്യും, പിന്നീട് അവരുടെ ലൈഫിനെ അത് ബാധിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു സൈക്കിൾ മാത്രം പഠിച്ചു വയ്ക്കുക. ഒരു ഭാഷ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞ് നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നില്ല. നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ബട്ട് സ്റ്റിൽ ഐ റിപ്പീറ്റ്, ഒരു ലാംഗ്വേജ് പഠിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ബെനിഫിറ്റാണ്. പക്ഷേ അതില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. സോ അതുകൊണ്ട് നമ്മളൊരു കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുന്ന സമയത്ത് അത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ബോധത്തോടെ നമ്മൾ പഠിക്കുക. ഇനി ഓക്കെ, ഇന്ത്യ ആസ് എ മൾട്ടി ലിംഗ്വൽ കൺട്രി. ഇന്ത്യയിൽ നടന്നിട്ടുള്ള 1971 ഒരു സെൻസസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്: 1652 ലാംഗ്വേജസ് 5 ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഫാമിലീസിൽ വരുന്ന ലാംഗ്വേജസിനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, 5 ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഫാമിലിയിൽ വരുന്ന 1652 ലാംഗ്വേജസ് ആണ് ഈ ഒരു സെൻസസ് റിപ്പോർട്ടിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 87 ലാംഗ്വേജസ് ആണ് പ്രിൻറ്റ് മീഡിയയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് പുസ്തകങ്ങൾ അച്ചടിക്കാനും പത്രങ്ങൾ അച്ചടിക്കാനും അതുപോലെയുള്ള അച്ചടി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് 87 ലാംഗ്വേജസ് ആണ്. 71 ലാംഗ്വേജസ് ആണ് റേഡിയോയിലും അഡ്മിനിസ്ട്രേഷനും ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. റേഡിയോയിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രിയിൽ യൂസ് ചെയ്യുന്ന 13 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, 87 പ്രിൻറ്റ് മീഡിയയിൽ, 71 ലാംഗ്വേജസ് റേഡിയോയിലും മറ്റും ടെലികാസ്റ്റിംഗ് മാധ്യമങ്ങളിൽ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന് 13 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. Yet, one notices with a sense of regret that only 47 languages are used as the medium of instruction in school. 47 ഭാഷകളാണ് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാം ഏതൊക്കെ ഭാഷകളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം സ്കൂളിൽ സെക്കൻഡ് ലാംഗ്വേജസ് ആയിട്ട് വരുന്ന ഭാഷകൾ ഏതൊക്കെയാണ്. ഹിന്ദി വരുന്നുണ്ട്, സാൻസ്ക്രിറ്റ്, അതുപോലെ തന്നെ ഉറുദു, അറബിക്ക്, ഇതുപോലെയുള്ള ഒരുപാട് ഭാഷകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 47 ലാംഗ്വേജസ് ആണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. One hopes that as a result of this position paper, more and more mother tongues will be used as a medium of instruction in school. ഇനി ചാലഞ്ചസ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഇൻ മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂം. എന്തൊക്കെ ചലഞ്ചസ് ആണ് ഈ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന സമയത്ത് നേരിടുക? ഫസ്റ്റ് ചലഞ്ചാണ് ലാംഗ്വേജ് ബാരിയർ. ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ആ ടീച്ചറിൻ്റെ ലാംഗ്വേജ് ആയിരിക്കും ടീച്ചർ അവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് അറിയാത്തൊരു ഭാഷയാണ് ആ ടീച്ചർ സംസാരിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് വളരെ ഡിഫിക്കൽട്ടായിരിക്കും ആ ഫോറിൻ ലാംഗ്വേജിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത് അവർക്കൊരു കാര്യം മനസ്സിലാക്കി റെസിപ്രക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒരു പുതിയ കാര്യമാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ഒരു ഭാഷ പഠിക്കുന്നതിനെക്കാട്ടിലും ട്വൈസ് ഡിഫിക്കൽട്ടായിരിക്കും അവർക്ക് ആ ക്ലാസ് കേട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡൊമിനൻസ് ഓഫ് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ആണ്. അതായത് കുട്ടികൾക്ക് ഡിഫറെൻറ്റ് വേയ്സിൽ ഇൻഫർമേഷനെ അബ്സോർബ് ചെയ്തെടുക്കാം. അതിലുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ പ്രസൻറ്റേഷന് പുതിയ മെത്തേഡുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതായത് ഒരുപാട് ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ്സിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളാണ് കൂടെ ഉള്ളത് എങ്കിൽ അവിടെ നമ്മൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ പോലും ഇങ്ങനെ അല്ലാതെ കുട്ടികൾക്ക് ഇൻഫർമേഷനെ ഗ്രാസ്പ് ചെയ്യാൻ മറ്റൊരു മാർഗം വളരെ കുറവാണ്. കൾച്ചറൽ ഡിസ്റ്റിങ്ഷനിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയൊരു മെറ്റീരിയൽ റെപ്രസെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ പോലും ഇത് കുട്ടികൾക്ക് അറിയാത്ത ഭാഷയാണ് ടീച്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു പെയർ ആക്കിയിട്ട് എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് വർക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും കുട്ടികൾക്ക് നല്ല രീതിയിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ആ റൂൾസ് മനസ്സിലാക്കാനോ എങ്ങനെ കളിക്കും അല്ലെങ്കിൽ എങ്ങനെ ഈ വർക്ക് ചെയ്യും എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ വിഷ്വൽ ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ കുറച്ചും കൂടി ഒരു പ്രിവാലൻസ് ഉള്ളതുകൊണ്ട് അതിനകത്ത് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നതെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയെ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി നോൺ വെർബൽ ബിഹേവിയർ കുറച്ച് പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലുള്ളതാണ് പോസ്ചർ, അപ്പിയറൻസ്, ഹെഡ് മൂവ്മെൻറ്റ്സ്, ഹാൻഡ് മൂവ്മെൻറ്റ്സ്. ഇതൊക്കെ ഏത് ഭാഷയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡി ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും ഏകദേശം അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്. ഇപ്പോൾ കൊറിയയിൽ അവർ
തല താഴ്ത്തുന്നതായിരിക്കും, ഒരു ബോ ചെയ്യുന്നതായിരിക്കും അവർക്ക് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളത്. മറ്റ് ഒരു സ്ഥലത്ത് ഇപ്പോൾ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അവരെ ഹഗ് ചെയ്യുകയായിരിക്കും ചെയ്യുക. വേറൊരു സർക്കംസ്റ്റാൻസസിൽ കൈ കൊടുക്കുന്നതായിരിക്കും അവർക്കൊരു വിഷ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറെൻറ്റ് സാധനങ്ങളല്ലാതെ ഓൾമോസ്റ്റ് ചിരിക്കുന്നതും അത് നമ്മൾ പോസ് ചെയ്യുന്നതും നമ്മുടെ പോസ്ചറും അപ്പിയറൻസും ഒക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ. സച്ച് കസ്റ്റമറി നോൺ വെർബൽ ബിഹേവിയേഴ്സ് ആർ റേസ്ഡ് ഹാൻഡ്സ്, ഐ കോൺടാക്ട് ആൻഡ് നോട്ട്സ് ക്യാൻ ഹാവ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മീനിങ് ഇൻ അനദർ കൺട്രി. നമ്മൾ സിമിലർ ആയിട്ടുള്ള കാര്യമല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ കണ്ണ് ചിമ്മുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്ഥലത്ത് ചിലപ്പോൾ മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ നമ്മൾ നോൺ വെർബൽ ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് ആ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതി ചെയ്യുക, അല്ലെങ്കിൽ അതും ഒരു ചലഞ്ചായിട്ട് മാറുന്നതാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫിഫ്ത്ത് പോയിൻ്റ് ആണ് പ്രസൻറ്റിങ് വൺ ടോപ്പിക് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്. നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിലപ്പം ഇപ്പോൾ ഇന്ത്യൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുത്തായിരിക്കും നമ്മൾ നമ്മുടെ കൾച്ചറിനെ പൊക്കി വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ്സ് ഉള്ള ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മറ്റൊരു കമ്മ്യൂണിറ്റീനെ താഴ്ത്തി പറയുന്ന സമയത്ത് മറ്റൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോകും. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലെ ക്ലാസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരു ചാലഞ്ചായിട്ട് ഇവിടെ മാറുന്നുണ്ട്. ആറാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എഡ്യൂക്കേഷനാണ്. ഒരു പുതിയ ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിൻറ്റ്സ് പറയുന്ന സമയത്ത് അവർ എഴുന്നേറ്റ് നിന്നത് പറയാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്കൊരു ടൈപ്പ് ഓഫ് നാണമോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള സാധനം അവരിങ്ങനെ പിന്നോട്ട് വലിക്കുന്നുണ്ടാവും. കാരണം ഇങ്ങനെ ഞാനിത് പറഞ്ഞാൽ തെറ്റുമോ, അല്ലെങ്കിൽ കുട്ടികൾ കളിയാക്കുമോ, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ മാമിന് മനസ്സിലാവുമോ എന്നുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, കുട്ടീനെ ഈ ഇഷ്യൂസും അവരുടെ മൈൻഡ് സംസാരിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ ടീച്ചർ വേണം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബൈലിംഗ്വൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഒരേ രീതിയിൽ പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ബ്രോഡ് ആയിട്ടുള്ള ടേമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ മെജോറിറ്റി ലാംഗ്വേജ് സംസാരിക്കുന്ന, മൈനോറിറ്റി ലാംഗ്വേജ് സംസാരിക്കുന്ന ഒക്കെ ആളുകളുണ്ടാവും. അപ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ചിലപ്പോൾ മെജോറിറ്റി ലാംഗ്വേജ് ആയിരിക്കും കുട്ടികൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം. ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്ര ഈസി അല്ല നടപ്പിലാക്കുക എന്നുള്ളത്. കുട്ടികൾ സംസാരിക്കുന്ന ഭാഷേനെ അടിസ്ഥാനത്തിലായിരിക്കണം ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇനി അറൗണ്ട് ദ വേൾഡ് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. രാജ്യത്തിൻ്റെ അല്ല, നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ഒരുപാട് ഭാഗത്ത് ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാക്കി മാറ്റുന്നുണ്ട്. കാരണം ഒരു ഭാഷ മാത്രം പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും ആവില്ല. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കാനഡയിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ മെജോറിറ്റി ആയിട്ട് ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോൾ അവർക്ക് മൈനോറിറ്റി ലാംഗ്വേജ് ആയിട്ടുള്ള ഫ്രഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇമേർഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അവിടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ലാംഗ്വേജിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു മൈനോറിറ്റി ലാംഗ്വേജിനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബൈലിംഗ്വൽ എഡ്യൂക്കേഷനിൽ. ബൈലിംഗ്വലിസത്തിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. ഒന്നുമില്ല, ഒരു കുട്ടി ലാംഗ്വേജ് പഠിക്കാൻ രണ്ട് രീതികളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് സൈമൾട്ടേനിയസ് ബൈലിംഗ്വലിസം ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റ് എ ടൈമിൽ ഒരു 3 വയസ്സാകുമ്പോഴത്തേനും കുട്ടി 2 ഭാഷകൾ കേട്ടിങ്ങനെ വളരുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ആ ഭാഷേനെ അങ്ങോട്ട് പഠിച്ച് മനസ്സിലാക്കി വരും. അല്ലെങ്കിൽ സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 3 വയസ്സിന് ശേഷം കുട്ടികൾ പ്രൈമറി ലാംഗ്വേജസ് അക്വയർ ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക. അതായത് സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം കുട്ടികൾ ഭാഷകൾ പഠിച്ചു വരൂലേ, അങ്ങനെ ഉള്ള രീതിയിലും പഠിക്കാം. അല്ലെങ്കിൽ അവർ സൈമൾട്ടേനിയസ് ആയിട്ടും ഒരേ ടൈമിൽ 2 ലാംഗ്വേജസ് പഠിക്കാം. അപ്പോൾ ഇതിലൊരു വ്യത്യാസമുണ്ട്. സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നതും
അല്ലാതെ പഠിക്കുന്നത് രണ്ടും രണ്ടാണ്. കാരണം ഓൾഡർ ചിൽഡ്രൻസിനെ സംബന്ധിച്ചിടത്തോളം, ഓൾഡർ കുട്ടികളോ അല്ലെങ്കിൽ അഡൽട്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭാഷ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ആണ്, അക്വിസിഷൻ അല്ല. ഓക്കെ, സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് അത് ലേണിംഗ് ആണ്, അക്വിസിഷൻ അല്ല. എന്നാൽ 3 വയസ്സിന് മുമ്പ് പഠിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേട്ട് അവരുടെ ഇതിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് അക്വിസിഷൻ എന്നും പറയും. എന്നാൽ ഒരു എഫേർട്ട് ഇട്ട് പഠിക്കുന്നതിന് ലേണിംഗ് എന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിൽ പോയി പഠിക്കുന്നതും സ്കൂളിങ്ങിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്നേ പഠിക്കുന്നത്. ചില വീടുകളിലൊക്കെ നമുക്ക് കാണാം 2 ഭാഷ പഠിപ്പിച്ച് തന്നെ ശീലിപ്പിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ മറ്റു ഭാഷയിൽ തന്നെ, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ചെറിയ പ്രായത്തിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അവർക്ക് അതൊരു ഭാഷ ഒരു പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ള ഒരു തോട്ട് ഇല്ലാതെ തന്നെ അവരത് പഠിച്ചെടുക്കും. ഇനി ഒരു ബൈലിംഗ്വൽ അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ ചിൽഡ്രൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിനെയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഒരു ബൈലിംഗ്വൽ അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ കുട്ടികളെ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ അവരെ നോക്കുക, അവരെ റേസ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു പുതിയ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഹെറിറ്റേജ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു മദർ ടങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന് നഷ്ടപ്പെടാത്ത രീതി വേണം ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാംഗ്വേജിനെ കേൾക്കാനും അവർക്ക് പഠിക്കാനുമുള്ള നല്ലൊരു സാഹചര്യം ഉണ്ട് എന്ന് ആദ്യം പാരൻസ് മനസ്സിലാക്കുക. അവരുടെ ഹെറിറ്റേജ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റൊരു ലാംഗ്വേജ് പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ 2 ലാംഗ്വേജും ഒരുപോലെ കേൾക്കാനും പഠിക്കാനുള്ള അവസരം ഉണ്ടോയെന്ന് നോക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ന്യൂമറസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബൈലിംഗ്വൽ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാകും കുട്ടികളുടെ. അങ്ങനത്തെ പ്ലേ ഗ്രൂപ്പുകളിലൊക്കെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരുപാട് വഴികളാണ് ഉള്ളത്. ഏറ്റവും മേലെ കണ്ടിട്ടില്ലേ, പ്ലേ ഗെയിംസ്, റീഡ് ബുക്സ്, കുക്ക് ഫുഡ് ആൻഡ് ഡു അതർ എൻജോയബിൾ ആക്ടിവിറ്റീസ് ദാറ്റ് വിൽ ബെനിഫിറ്റ് ആ ചൈൽഡ്. അപ്പോൾ ഹെറിറ്റേജ് ലാംഗ്വേജിലൂടെ ഗെയിംസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. തനതായിട്ടുള്ള ഭാഷയെ നഷ്ടപ്പെടുത്താതെ തന്നെ പുതിയൊരു ഭാഷയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉള്ള ചലഞ്ചുകളും നമ്മൾ പറഞ്ഞു. എങ്ങനെ അത് പഠിപ്പിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ ഫോളോയിങ് ഈസ് ജനറൽ അഡ്വൈസ് ഫോർ ഓൾ ഫാമിലീസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് മദർ ടങ്ങിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തുകൊണ്ട് എങ്ങനെയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ചെറിയ ഗെയിംസിലൂടെയും ഡിഫറെൻറ്റ് മീഡിയാസിലൂടെയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റിലൂടെ വേർബ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം. വൊക്കാബുലറീസിനെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കാം. മദർ ടങ്ങിലുള്ള മ്യൂസിക്കുകൾ പ്ലേ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ടെലിവിഷനിലും ഫിലിമും കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ കാണിക്കും. മദർ ടങ്ങിലുള്ളത് കാണിക്കാം. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് ബൈലിംഗ്വലിസം അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വലിസം ഉള്ള സ്ഥലത്ത്, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വളരുന്ന സമയത്ത് അവർ ഓഫ് കോഴ്സ് മറ്റ് ലാംഗ്വേജസ് പഠിക്കും. അതിൻ്റെ കൂടെ നമ്മുടെ ലാംഗ്വേജ് പോകാണ്ടിരിക്കാനുള്ള ടെക്നിക്സും കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കുഞ്ഞു പോയിൻറ്റ്സാണ്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ജനറൽ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. നമുക്ക് ഒരു വീഡിയോയും കൂടെ ചെയ്താൽ മാത്രമേ ഈ ഒരു ടോപ്പിക്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ആൻഡ് ആസ് യു നോ, ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. സിമ്പിൾ പോയിൻറ്റ്സ് ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. സോ ഇഫ് ഐ എം വെരി സ്ലോ, ഞാൻ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടാണ് ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ സ്റ്റിൽ ഇഫ് യു ഫീൽ ഞാൻ കുറച്ച് സ്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ താങ്ക് യു സോ മച്ച്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് പാർട്ട് സൂൺ. ഇഫ് യു ഹാവ് എനി comments, please do write in the comment section, and thank you so much for watching this video. Thank you.